ഹലോ വുമാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സൗദി അറേബ്യയിലുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലി നമ്മൾ ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ ഇതിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പാസ്പോർട്ട് റിന്യൂവലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പാസ്പോർട്ട് റിന്യൂവലിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, പിന്നെ അതിൻ്റെ പ്രൈസ് ടാഗിങ് എത്രയാണ്, മൈനറിന് എത്രയാണ് ചാർജ്, മൈനറിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, മേജർ വലിയ അഡൽട്സിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ബാക്കി പാർട്ടുകളും ഉണ്ടാവും. നമ്മൾ ഓരോരോ പാർട്ടുകളിൽ ഓരോരോ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാത്തിനും കൂടെ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ട് റിന്യൂവലായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. അതായത് അഡൽറ്റിനും അതുപോലെ ചൈൽഡിനും മൈനർ പാസ്പോർട്ട് റിന്യൂവലിനും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. സോ ആദ്യം നമുക്ക് അഡൽറ്റിൻ്റെ കാര്യം സംസാരിക്കാം. 18 വയസ്സിന് മേപ്പോട്ടുള്ള ആളുകൾക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പാസ്പോർട്ട് റിന്യൂവലിന് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈനിൽ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജനറൽ സർവീസസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ജനറൽ സർവീസസിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് പോകേണ്ടത്, ഓഫ് കോഴ്സ് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നത് എംബസിയിൽ ഡയറക്റ്റ് അല്ല, നിങ്ങൾ പോകേണ്ടത് VFSൻ്റെ ഓഫീസിലേക്കാണ്. അതായത് പാസ്പോർട്ട് റിന്യൂവൽ സർവീസസ് ചെയ്യുന്ന കമ്പനിയാണ് VFS ഗ്ലോബൽ. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഇതിൻ്റെ എല്ലാ സർവീസസും, അതായത് ഫോം ഫില്ലിംഗ് ആയിക്കോട്ടെ, ഫോട്ടോ എടുക്കുന്നതായിക്കോട്ടെ, സബ്മിഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ സർവീസസും ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും തിരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, ഇതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ അഡൽറ്റിന് പോകുമ്പോഴത്തേക്ക് പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട്, ഒറിജിനൽ ഇക്കാമ, പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരു 2 സെറ്റ് കോപ്പി എടുത്ത് വെക്കുക, ഇക്കാമയുടെ 2 സെറ്റ് കോപ്പി എടുത്ത് വെക്കുക, ആൻഡ് അപ്ഷറിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങളുടെ ഇക്കാമ വാലിഡ് ആണ് എന്നറിയിക്കുന്ന ഡോക്യുമെൻ്റാണ് അപ്ഷർ. അപ്ഷറിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് നിങ്ങളുടെ അപ്ഷറിൽ നിന്ന് തന്നെ കയറിയിട്ട് നിങ്ങൾ ആ ഒരു എക്സ്പയറി ഡേറ്റ് കാണിക്കുന്ന പോർഷൻ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് കൊണ്ടുവരിക. ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. പാസ്പോർട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാസ്പോർട്ട് സൈസ് എന്ന് പറയുമ്പോൾ ചെറുതാണ്. അതല്ല പാസ്പോർട്ട് സൈസ്. ഇപ്പോഴത്തെ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടത് 2x2 സൈസിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഫീമെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ 2 ചെവിയും കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ വേണം കാണിക്കേണ്ടത്. അതായത് തട്ടമിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെവി മറഞ്ഞു പോലും. അങ്ങനെ ചെവി മറയാൻ പാടില്ല. അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടിട്ടാണ് ചെവി കണ്ടുകൊണ്ടുള്ള ഫോട്ടോ, അതായത് ഫുൾ കവേർഡ് കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ വേണം നിങ്ങൾ കൊണ്ടുവരാനായിട്ട്. അത് 2x2 സൈസിലായിരിക്കണം കൊണ്ടുവരേണ്ടത്. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂവലിന് ചെല്ലുമ്പോഴത്തേക്ക്. ഓഫ് കോഴ്സ് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് ഫോം കൊണ്ടുപോകണം. ആൻഡ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുറത്തൊന്നും നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് VFSൻ്റെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർവീസസ് നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഫോം ഫില്ലിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതിന് വളരെ തുച്ഛമായിട്ട് ചാർജ് മാത്രമേ ഉള്ളൂ. ആസ് പെർ നോ ഇറ്റ്സ് അറൗണ്ട് 35 റിയാൽ മാത്രമാണ് ഫോം ഫില്ലിങ്ങിന് ചാർജ് വരുന്നത്. പ്ലസ് 20 റിയാൽ ഫോട്ടോ എടുക്കുന്നതിന് ചാർജ് വരുന്നുണ്ട്. അതിന് പ്രിൻ്റ് ഔട്ടിന് 2 റിയാലും കണ്ടു വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കൊണ്ടുവരാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആസ് ഇഫ് നൗ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് നിർബന്ധമാണ്. ഓൺലൈനിൽ VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, എവിടെ നിന്നാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതെന്നുള്ളത്. ഇമെയിൽ ID കൊടുത്ത് പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ VFSൻ്റെ ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇഫ് സപ്പോസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, വളരെ അർജൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് തത്കാൽ എന്നുള്ള ഓപ്ഷൻ. അതായത് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്, സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഏർലി മോർണിംഗ് നിങ്ങൾ അവിടെ ചെല്ലണം. അതായത് 8:30 മണിക്കാണ് അവരുടെ ഓഫീസസ് ഓപ്പൺ ആവുക. ആ 8:30 മണിക്ക് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ സബ്മിറ്റ് ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് നാട്ടിലേക്ക് പോകും, നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതെങ്ങനെ വൈകുന്നേരം പാസ്പോർട്ട് തരുമ്പോഴത്തേക്ക് എങ്ങനെ പോലീസ് വെരിഫിക്കേഷന് നിങ്ങൾ ആ ടൈം കൊണ്ട് പോകുന്നുള്ളത്.
ഇതിന് ശേഷമാണ് പോലീസ് വെരിഫിക്കേഷന് പോവുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പാസ്പോർട്ട് റിട്ടേൺ ചെയ്യും, തിരിച്ച് എംബസി വിളിപ്പിക്കും, തിരിച്ച് നിങ്ങൾക്ക് പാസ്പോർട്ട് ഓൺ ഹോൾഡ് ആവും, നിങ്ങൾക്ക് പിന്നെ യാത്ര ബുദ്ധിമുട്ടാകും. അതുകൊണ്ടിട്ട് കേസുകളൊന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് മൈനറിൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ, അതായത് 18 വയസ്സിന് താപ്പോട്ടുള്ള ചെറിയ കുട്ടികളുടെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. ഫോം ഫില്ല് ചെയ്യണം, ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കണം, ഇക്കാമയുടെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒപ്പം ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, മദറിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫാദറിൻ്റെ ഇക്കാമയുടെ കോപ്പി, മദറിൻ്റെ ഇക്കാമയുടെ കോപ്പി, ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സെറ്റായിട്ട് നമ്മളവിടെ ചെല്ലുക. തമ്പാണെന്നുണ്ടെങ്കിൽ തമ്പ് കൊടുക്കുക, സിഗ്നേച്ചർ ചെയ്യാനായിട്ടുള്ള പ്രായമാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യുക, ഫോം സബ്മിറ്റ് ചെയ്യുക, തിരിച്ച് നമ്മൾ വരേണ്ടതായിട്ട് വരും. സെയിം ഈ ഒരേ പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ അഡീഷണൽ ആയിട്ട് 1-2 ഡോക്യുമെൻറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. മൈനറിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ അനക്സർ എച്ച് എന്നുള്ളൊരു ഫോമാറ്റ് കൂടി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. ആ അനക്സർ എച്ച് കൂടി സൈൻ ചെയ്താൽ, അതായത് പാരൻസിൻ്റെ കൺസേണോട് കൂടി സൈൻ ചെയ്താൽ മാത്രമേ നമുക്കിത് മൈനറിൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് 18 വയസ്സിന് താഴ്പോട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരൻറ്റിന് വരാൻ പറ്റുന്നില്ല, അതായത് ഫിസിക്കലി ഈ ആപ്ലിക്കൻസ് എല്ലാവരും നിർബന്ധമായും പാസ്പോർട്ട് റിന്യൂവലിൻ്റെ സമയത്ത് ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ മൈനറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫാദറും മദറും ആപ്ലിക്കൻറ്റും പ്രസൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഫാദറിനോ മദറിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അനക്സർ എച്ച് ഫോം നിങ്ങൾക്ക് ഒന്നുകിൽ VFSൻ്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ്ലി, എല്ലാ മിസ്ലേനിയസ് ഫോംസും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ നിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എംബസിയുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ VFSൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കുള്ള ഡയറക്റ്റ് ചെയ്യുന്ന ലിങ്ക്സ് ലഭ്യമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഈ മിസ്ലേനിയസ് ഫോമിലും അനക്സർ എച്ചിലും 2 പേരും സൈൻ ചെയ്യണം, 2 പാരൻറ്റും സൈൻ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലാസ്റ്റ് പേജിൽ 3 പേരും സൈൻ ചെയ്യണം, ആപ്ലിക്കൻ്റ്, ഫാദർ, മദറും സൈൻ ചെയ്യണം. ഇതിൽ സിഗ്നേച്ചേഴ്സ് നിർബന്ധമായിട്ടും മാച്ച് ആയിരിക്കണം. എന്തെങ്കിലും വിധത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും പാസ്പോർട്ട് റിന്യൂ ആയി വരത്തില്ല. അതുകൊണ്ടിട്ട് ആ പാസ്പോർട്ട്സ് ആ സിഗ്നേച്ചേഴ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ആൻഡ് മോർ ഓവർ, വരാത്ത ഏത് പാരൻ്റാണോ, ഒന്നിൽ ഫാദറാണ് വരാൻ പറ്റാത്തതെങ്കിൽ അതല്ലെങ്കിൽ മദറാണ് വരാൻ പറ്റാത്ത, ആരാണോ വരാൻ പറ്റാത്ത ആ ആളിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് എന്തായിരുന്നാലും കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും നിർബന്ധമായിട്ടും ഒറിജിനൽ കയ്യിൽ നിങ്ങൾ കരുതിയിരിക്കണം, എന്നാൽ മാത്രമേ പാസ്പോർട്ട് റിന്യൂ ആയി വരത്തുള്ളൂ. ഇനി അതിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, ഒരു കട്ട് ഡൗൺ, ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അഡൽറ്റിൻ്റെ പാസ്പോർട്ട് റിന്യൂവലാണ്. അതിൻ്റെ ചാർജ് ആസ് ഇഫ് നൗ 301 റിയാലാണ് അഡൽറ്റിൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ഫീസ്. ആൻഡ് കൊറിയറോട് കൂടി, അതായത് നിങ്ങൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു, നിങ്ങൾ ഏത് അഡ്രസ്സിലാക്കണോ കൊടുക്കുന്നത് ആ അഡ്രസ്സിലേക്ക്, നിങ്ങളുടെ ലോക്കൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് വരുന്നത് റാമെക്സ് എന്ന കൊറിയർ സർവീസ് വഴിയാണ് ആസ് ഇഫ് നൗ. ഇപ്പോൾ ആ കൊറിയർ സർവീസ് ഏതാണോ അത് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. ആൻഡ് അതിന് ചാർജ് വരുന്ന ഏകദേശം 40 റിയാലാണ്. അതായത് അഡൽറ്റിൻ്റെ പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 346.10 346 റിയാലും 10 ഹലാലയുമാണ്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നത്. ഇനി മൈനറിൻ്റെ പാസ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അതായത് 18 വയസ്സിന് താഴ്പോട്ടുള്ളതിൽ 3 കാറ്റഗറീസ് ഉണ്ട്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പാസ്പോർട്ട് റിന്യൂവലിന് 190.10 190 റിയാലും 10 ഹലാലയുമാണ് നിങ്ങൾക്ക് അവിടെ ഫീസായിട്ട് വരുന്നത്. പ്ലസ് 40 റിയാൽ കൊറിയർ ചാർജ് ഓഫ് കോഴ്സ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ആൻഡ് 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ, ശ്രദ്ധിച്ച് കേൾക്കുക, 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ 208.10 40 റിയാൽ കൊറിയർ ചാർജും. ഇതാണ് അതിൻ്റെ വേരിയേഷൻസ് വരുന്നത്. ഇനി 15 വയസ്സിന് മേപ്പോട്ടുള്ളവരുടെ കാര്യങ്ങളാണ്. അതായത് അതിലാണ് ചെറിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണ്ടത്. 15 വയസ്സിനും 18 വയസ്സിനും എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോഴത്തേക്ക് അഡൽറ്റിലേക്ക് മാറുന്നതാണ്. അപ്പോൾ 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളും, അതായത് 15 വയസ്സിന് മേപ്പോട്ടുള്ള എല്ലാ കുട്ടികളും 10 വർഷത്തെ പാസ്പോർട്ടിന് എലിജിബിൾ ആണ്. അതായത് ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് 10 വർഷത്തെ പാസ്പോർട്ട് വേണോ എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 10 വർഷത്തെ പാസ്പോർട്ട് നിർബന്ധമായിട്ടും ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിക്വസ്റ്റിംഗ് ലെറ്റർ കൂടെ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതായത് ഫാദർ, മദർ,
ആപ്ലിക്കൻറ്റിൻ്റെയും കൺസേണോടുകൂടി നമ്മളൊരു ലെറ്റർ ഹയർ സ്റ്റഡീസിന് പോവുകയാണെന്നുള്ള ലെറ്റർ ഒരു ഡീറ്റെയിൽ ചെയ്തൊരു ലെറ്റർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് അപ്പോൺ എംബസിയാണ് നിങ്ങൾക്ക് 10 വർഷത്തെ പാസ്പോർട്ട് തരണോ അത് 3 വർഷത്തെ തരണോ 5 വർഷത്തെ തരണോ എന്നുള്ളത് എംബസിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കൂടി അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ആഡ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആ ഒരു ഫോം 10 വർഷത്തേക്ക് പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 301 റിയാൽ. അതായത് അഡൽറ്റിൻ്റെ ഫീസ് തന്നെയാണ് 15 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾക്കും ചാർജ് ചെയ്യുന്നത്. പ്ലസ് ഒരു 40 റിയാൽ അഡീഷണൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഈ കൊറിയർ ചാർജ് തത്കാലിൻ്റെ ഇതിൽ നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി വന്നിട്ട് കളക്ട് ചെയ്യാണ് വേണ്ടത്. ഇനി കളക്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാളെ വിട്ടിട്ട് കളക്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന റെസിപ്റ്റുമായിട്ട് കൃത്യമായിട്ട് ആ ആൾ തന്നെ പോകണം. ആരാണോ ആപ്ലിക്കൻ്റ് ആ ആപ്ലിക്കൻ്റ് ഡയറക്റ്റ്ലി ചെന്നാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവരോട് ഓൺ ഹോൾഡ് ചെയ്യും അണ്ടിൽ ആ പേഴ്സൺ വരുന്നത് വരെ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈനറാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫാദറോ മദറോ ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് കളക്ട് ചെയ്താലും മതിയാവും. ഇതിൽ മറ്റൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത് തത്കാലിൻ്റെ ചാർജാണ്. അതായത് തത്കാലിന് റേറ്റ് കൂടുതലാണ്. ഓഫ്കോഴ്സ് റേറ്റ് കൂടുതലാണ്. 15 വയസ്സിന് മേപ്പോട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 852 റിയാലാണ് നമ്മൾ ചാർജ് വരിക. ബാക്കി 15 വയസ്സിന് 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് 700 സംതിങ് ആൻഡ് 8 വയസ്സിന് താഴെപ്പെട്ടുള്ളവർക്ക് 500 സംതിങ് റിയാൽ മാത്രമേ ആ ഒരു ചാർജ് വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഇൻ കേസ് ഇതിലെല്ലാ സാധനങ്ങളും വാലിഡ് ആയിരിക്കണം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാസ്പോർട്ട് അല്ല, പാസ്പോർട്ടിന് ഇപ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് റിന്യൂ ചെയ്യാവുന്നതാണ്, അത് പ്രശ്നമല്ല. അൺടിൽ 3 ഇയേഴ്സ് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇൻ കേസ് ഇക്കാമ വാലിഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോൺസറുടെ ഭാഗത്തു നിന്നുള്ളൊരു കൺസേൺ ലെറ്റർ വരണം. എന്തുകൊണ്ട് ഇക്കാമ റിന്യൂ ചെയ്തിട്ടില്ല, അത് എത്ര നാൾ കൊണ്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി സ്പോൺസർ ആരാണോ ആ സ്പോൺസറുടെ ലെറ്റർ ഹെഡിൽ സ്റ്റാമ്പ് ചെയ്ത് ഒറിജിനൽ പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് അപ്പോൾ മൈനറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മൈനറിൻ്റെ സ്പോൺസർ ഓഫ് കോഴ്സ് ഫാദർ ആയിരിക്കും. അപ്പോൾ മൈനറിൻ്റെ ഫാദറിൻ്റെ സ്പോൺസർ കമ്പനിയിൽ നിന്ന് ലെറ്റർ, ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫാദറിൻ്റെ സ്പോൺസറുടെ കമ്പനിയിൽ നിന്നുള്ള ഒറിജിനൽ ലെറ്റർ കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫോം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എനിക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനത് അന്വേഷിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇൻ കേസ് അവിടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതിനകത്തേക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ മറ്റ് ഒരുപാട് ഓഫ് കോഴ്സ് എനിക്കറിയാം, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് വേറെയും കുറേ സംശയങ്ങളുണ്ടാവും. അത് 1 by 1 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് മാസ്സലാം.